കറക്റ്റ് അളവിലാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആകുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ അല്ല ആകുന്നതെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ വളരെ മോശമായിട്ട് ബാധിക്കുകയും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അതിലെങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്? ഇൻസുലിൻ എന്ന് പറയുന്നത് ബോഡിയിൽ പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ബോഡിയിലേക്ക് സപ്ലൈ ആകുമ്പോഴാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് മധുര സാധനങ്ങൾ. അപ്പൊ ഈ മധുര സാധനങ്ങൾ, പഞ്ചസാര രീതിയിലുള്ള ഐറ്റംസ് എടുക്കുമ്പോൾ അത് ബ്ലഡിൽ പെട്ടെന്ന് കൂടുകയും അപ്പോൾ എന്ത് ചെയ്യും? ഈ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ കുറയ്ക്കാനായിട്ട് ബോഡി ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻസുലിൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുകയും ചെയ്യും, പക്ഷെ അതിന്റെ കൂടെ മറ്റു ഹോർമോണുകളെ ബാധിക്കുകയും ചെയ്യും. ഇൻസുലിൻ കൂടുന്നതനുസരിച്ച് ആൻഡ്രോജൻ കൂടും. ആൻഡ്രോജൻ കൂടിയാൽ ഫേഷ്യൽ ഹെയർസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇൻസുലിനെയാണ് കുറയ്ക്കേണ്ടത്. ഇൻസുലിൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള ഗ്ലൂക്കോസ് കണ്ടന്റ്